അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ആ ദിവസം തൻ്റെ മാതാവിൻ്റെ അടുക്കലേക്ക് അതാ സൈഫ് ചെല്ലുന്നു. യാ സൈഫുദ്ദീൻ, ഉമ്മ വിളിക്കുന്നു. ഉമ്മി, അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. കൈഫ് ഹലക്? സൈൻ, അൽഹംദുലില്ലാ. ആ ഉമ്മയുടെ അരികിൽ കൊച്ചുകുട്ടിയെപ്പോലെ അതാ തൻ്റെ മകൻ സൈഫുദ്ദീൻ അറബി ഇരിക്കുന്നു. യാ സൈഫ്. അദ്ദേഹത്തിൻ്റെ തലയിൽ പതുക്കെ ആ ഉമ്മ തലോടിക്കൊണ്ടിരുന്നു. തൻ്റെ പ്രിയപ്പെട്ട മാതാവിൻ്റെ കൂടെ അല്പസമയം ചിലവഴിക്കുന്നത് അത് അറബിക്ക് എന്നും ശീലമായതാണ്. അതുകൊണ്ട് തന്നെ അന്നും ഗാർഡനിലൂടെ ഉമ്മയെ ഒന്ന് ചുറ്റിക്കൊണ്ടുവരണം. അത് സെർവൻസ് ഉണ്ടായിട്ടൊന്നും കാര്യമില്ല, എനിക്ക് തന്നെ വേണം ആ ഒരു സ്ഥാനം. എന്നും 2 നേരമായിട്ട് ഉമ്മയെ ഗാർഡനിലൂടെയൊക്കെ ചുറ്റിക്കറക്കി പൂക്കളുടെ പേരും പൂക്കളെക്കുറിച്ചുമെല്ലാം പറഞ്ഞു കൊടുത്ത് അതിലുള്ള കായ്ക്കനികളെല്ലാം കാണിച്ചു കൊടുത്ത് അങ്ങനെ ഒരു ഗാർഡൻ അവിടെ സെറ്റാക്കിയിരുന്നു. അതിൽ പണിക്കാരായിട്ട് 2 ആളുകളുമുണ്ട്. വളരെയധികം ഭംഗിയുള്ള ആ ഒരു പൂന്തോട്ടം അത് അവിടുത്തെ മാമക്ക് ഭയങ്കര ഇഷ്ടവുമാണ്. യാ സൈഫ്, ഇന്ന് ഈ ചെടികളിൽ പൂക്കളൊന്നും വിരിഞ്ഞിട്ടില്ലല്ലോ, എന്തു പറ്റിയാവോ? അത് ചീഞ്ഞു പോകുന്നുണ്ടോ മോനെ? ഒന്ന് നോക്കിക്കേ. ഹേയ്, ഇല്ല ഉമ്മ, അതിൻ്റെ തൊട്ടപ്പുറത്തായിട്ടതാ മറ്റൊരു തൈ വളർന്നു വരുന്നുണ്ട്. അതിൻ്റെ ആ ഒരു ചെടിക്ക് തീരെ വളരാൻ ഇനി കഴിയില്ല. തൊട്ടപ്പുറത്തായിട്ട് മറ്റൊരു കുഞ്ഞു ചെടി അതാ വളർന്നു വരുന്നുണ്ട്. അത് കേട്ടപ്പോൾ ശരിക്കും ആ ഉമ്മ അവൻ്റെ മുഖത്തേക്ക് ദയനീയമായി നോക്കി. യാ അല്ലാ, എൻ്റെ കുട്ടിക്ക് ഒരു കുഞ്ഞിക്കാലില്ലല്ലോ, അവൻ്റേതെന്ന് പറയാൻ ആരുമില്ലല്ലോ. യാ സൈഫ്. ആ മാതാവിൻ്റെ കണ്ണുകൾ നിറയുന്നത് മകൻ ശ്രദ്ധിച്ചു. യാ ഉമ്മി, മാഫി മുഷ്കിൽ. യാ സൈഫ്, എൻ്റെ മനസ്സ് വല്ലാതെ വേദനിക്കുന്നു. എൻ്റെ കുഞ്ഞിനെ ഒരു കുഞ്ഞില്ലാത്തതിൻ്റെ വേദന അത് ഞാൻ വല്ലാതെ എനിക്ക് വിഷമമുണ്ട് മോനെ. മോൻ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യാനൊന്നും പറ്റില്ലല്ലോ ഇനി, അള്ളാഹുവിൻ്റെ വിധി. ആ മാതാവ് സങ്കടപ്പെടുന്നത് ശരിക്കും അദ്ദേഹം കണ്ടു. അന്ന് മാതാവിനെയെല്ലാം അതാ ഗാർഡനിലൂടെ ചുറ്റിച്ചു കൊണ്ടുവന്ന് അവരെല്ലാവരും കൂടി ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്നു. പതിവ് പോലെ ഫർസാനയെ അതാ സൈത്തൂൻ ബീവി ക്ഷണിക്കുന്നുണ്ട്. കഴിയുന്നതും ഫർസാൻ അതിൽ നിന്ന് അകന്നു നിൽക്കുവാനാണ് ആഗ്രഹിക്കുന്നത്. പക്ഷേ അത് സൈത്തൂൻ ബീവിക്ക് അതൊരു നിർബന്ധമാണ്. അങ്ങനെ അതാ അവരുടെ ആ മാമയും പറയുന്നു, മോൾ ഫുഡ് കഴിച്ചോളൂ, ഒരുമിച്ച് കഴിച്ചോളൂ, ഒരു കുടുംബത്തെ പോലെയല്ലേ ഇവിടെ കഴിഞ്ഞത്, ഇനി അങ്ങനെ തന്നെ ആവാം എന്നൊക്കെ അതും പറയുന്നു. അന്ന് ഭക്ഷണമെല്ലാം കഴിച്ചു കഴിഞ്ഞ് അത് ബീവിയും സൈഫും കൂടെ പുറത്തുള്ള ഒരു ഉദ്യാനത്തിൻ്റെ ഭാഗത്തേക്ക് പോയിരുന്നു. യാ സൈഫ്, സ്നേഹത്തോടെ തൻ്റെ ഭാര്യ തോളിലൂടെ കൈവിട്ട് വിളിക്കുന്നു. യാ സൈഫ്. എന്താ, എന്തു പറ്റി? എന്തൊരു മൂഡ് ഓഫ്? അല്ല സൈഫ്, ഞാൻ പറഞ്ഞ കാര്യം എന്തായി? ഉമ്മയോട് എന്തെങ്കിലും പറഞ്ഞോ? യാ ഉമ്മി എന്ന് വിളിച്ച് പറഞ്ഞൂടെ? പറഞ്ഞാലൊരു പക്ഷേ ഉമ്മിക്കത് ഭയങ്കര ഇഷ്ടമായിരിക്കും. കാരണം യാ സൈഫ്, എനിക്കെന്തായാലും കുഞ്ഞുങ്ങളെ തരാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ല, അവൾക്ക് കഴിയുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. കാരണം അതിനുള്ള എല്ലാ കാര്യങ്ങളും അവൾക്കുണ്ട്. അതുകൊണ്ട് ഉമ്മയോട് പറയണം. ഞാൻ ബാബായോട് ഈ ഒരു കാര്യത്തെക്കുറിച്ച് സംസാരിച്ചല്ലോ, അപ്പോൾ ബാബയും പറഞ്ഞല്ലോ എൻ്റെ സന്തോഷം അതിനനുസരിച്ചാക്കാമെന്ന്. സൈത്തൂൻ, നീ പറയുന്നത് വളരെയധികം ഒരു പെണ്ണും പറയാൻ കൊതിക്കാത്ത കാര്യമാണ്. ആരും ഭയപ്പെടുന്ന വാക്കുകളാണ് നീ പറയുന്നത്. നിനക്കെങ്ങനെ ധൈര്യം? സൈഫ്, എനിക്ക് പിന്നെ എന്ത് ചെയ്യും? ഒരു കുഞ്ഞിക്കാല് കാണാൻ കൊതിയായാൽ. സൈഫ് അതിനെ മറുപടി ഒന്നും പറഞ്ഞില്ല. യാ സൈത്തൂൻ, നീ ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ എന്ന് പറഞ്ഞ് ഓഫീസിലേക്ക് പോകുവാനുള്ള തിരക്കിലായി. സൈത്തൂൻ ബീവി ആ പകുതിയോളം വാഹനം കയറുന്ന അവിടെ വരെ പോയി കാര്യങ്ങൾ വീണ്ടും പറഞ്ഞു. സൈഫ്, എൻ്റെ ഒരു അപേക്ഷയാണ്, തള്ളിക്കളയരുത്. ഒന്നും മിണ്ടാതെ സൈഫ് അതാ വാഹനം ഓടിച്ചുകൊണ്ട് അതാ പോകുന്നു. നേരെ അതാ മാമയുടെ അടുക്കലെത്തുന്നു. യാ ഉമ്മി. ആ സൈത്തൂൻ. യാ സൈത്തൂൻ, സൈഫ് പോയോ എന്ന് പറഞ്ഞു. ആ പോയി. യാ ഉമ്മി, എനിക്ക് അങ്ങയോട് ഒരു കാര്യം പറയാനുണ്ട്. എന്താ മോളെ? മരുമകളോട് നല്ല സ്നേഹമായിരുന്നു.
അവിടുത്തെ മാമയ്ക്ക്. മോളെ എന്താ പറയോ മാമി, എനിക്ക് സൈഫിന് എൻ്റെ കുഞ്ഞിക്കാല് കൊടുക്കാൻ കഴിഞ്ഞില്ല. അത് കേട്ട് ആ മാതാവ് കരയുകയായിരുന്നു. എല്ലാം അള്ളാഹുവിൻ്റെ വിധിയെന്നോർത്ത് എൻ്റെ കുഞ്ഞിൻ്റെ ഈ സ്വത്തുകളും അതിലുള്ളതെല്ലാം അതിനൊരു അവകാശമില്ലാത്തതിൻ്റെ സങ്കടം അവർക്കുമുണ്ട്. ഇതെല്ലാം അവരുടെ പിതാവിൻ്റെ സ്വത്തായിരുന്നു. അത് സൈഫുദ്ദീൻ അറബിക്ക് ലഭിച്ചു. അതുപോലെ തന്നെ സൈഫുദ്ദീനുള്ള ഈ സ്വത്ത് ഇനി ആർക്ക് കൊടുക്കും എന്നുള്ള രീതിയിലായിരുന്നു ആ ഒരു അറബി ഉമ്മയുടെ ചിന്തകൾ. മാമി, ഒരു കാര്യം എനിക്ക് പറയുവാനുണ്ട്. പറ മോളെ. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഗർഭധാരണ ശേഷി ഇനിയില്ല. അതുകൊണ്ട് തന്നെ ഞാനൊരാളെ കണ്ടുവച്ചിട്ടുണ്ട്. സൈഫിന് വേണ്ടി കല്യാണം കഴിച്ചു കൊടുക്കാൻ അതിനെനിക്ക് സമ്മതമാണ്. യാ ജെയ്ത്തൂൻ, നീ എന്തീ പറയുന്നത്? അതെ മാമ, എനിക്ക് ഒരാഗ്രഹമുണ്ട്. അത് പറയണം. പക്ഷേ സൈഫ് അതിന് സമ്മതിക്കുന്നില്ല. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ അതൊന്ന് പറയണം. അത് പറഞ്ഞാൽ എനിക്ക് വലിയ ആശ്വാസവും. ജെയ്ത്തൂൻ ആകാംക്ഷയോടെ അവളുടെ കണ്ണുകളിലേക്ക് ആ അറബിയുമ്മ നോക്കുന്നു. വീൽ ചെയറിൽ ഇരുന്നു കൊണ്ട് ജെയ്ത്തൂൻ ബീവി പതുക്കെ വീൽ ചെയർ തള്ളിക്കൊണ്ട് നടന്നു. മോൾ എന്താ ഉദ്ദേശിക്കുന്നത്? ഇനിയിപ്പോൾ അറബി പെണ്ണുങ്ങളെയൊക്കെ എവിടെ നിന്ന് നോക്കി കിട്ടാനിട്ടല്ല. പക്ഷേ എന്നാലും ജെയ്ത്തൂൻ മോളെ, എനിക്ക് നീ ഇഷ്ടപ്പെട്ട മരുമകളാണ്. പക്ഷേ നിനക്ക് കുഞ്ഞുണ്ടാകില്ല എന്നുള്ള കാര്യം അറിഞ്ഞപ്പോൾ എനിക്കും വിഷമമുണ്ടായിരുന്നു. ഇന്ന് രാവിലെ എൻ്റെ മകൻ എന്നെ പൂന്തോട്ടത്തിലൂടെ കൊണ്ടുപോകുമ്പോൾ ആ ഒരു ചെടി കണ്ടു. ആ ചെടി പൂക്കളില്ല. ഞാൻ പറഞ്ഞു, മോനെ ഇതിൽ പൂക്കളില്ലല്ലോ. അപ്പോൾ എൻ്റെ മകൻ പറഞ്ഞത്, ഉമ്മ അതിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് ഇതാ ചെറിയൊരു ചെടി വളർന്നു വരുന്നു, ഇനി അതിലാണ് പൂക്കളുണ്ടാവുക. സത്യം പറഞ്ഞപ്പോൾ എനിക്ക് എൻ്റെ മകൻ്റെ മുഖത്തേക്ക് നോക്കിയപ്പോൾ എനിക്ക് സങ്കടമാണ് വന്നത്. സത്യമായിട്ടും ഒരു മകനോട് പറയാൻ പാടുണ്ടോ എന്ന് എനിക്കറിയില്ല. പലവട്ടം ഞാനത് പറയാൻ ആഗ്രഹിക്കുന്നു. പക്ഷേ നിന്നെ വിചാരിച്ചിട്ട്, മോളെ ജെയ്ത്തൂൻ ബേബി, നിന്നെ വിചാരിച്ചിട്ട് മാത്രം, നിന്നെ എനിക്ക് അത്രക്കും ഇഷ്ടമായതുകൊണ്ട് നിൻ്റെ മനസ്സ് വിഷമിക്കുമെന്ന് കരുതിയിട്ട് മാത്രമാണ് ഈ ഒരു വിഷയം ഞാൻ അവളോട് പറയാത്തത്. പലതവണ പറയുവാൻ വേണ്ടി ശ്രമിച്ചതാണ്. മോനെ, നിനക്ക് ഒരു അവകാശിയായി ഒരു കുഞ്ഞില്ലല്ലോ. അതിന് എത്രയോ മാർഗങ്ങളുണ്ടല്ലോ. മറ്റൊരു വിവാഹം, അല്ലെങ്കിൽ പാവപ്പെട്ട ഒരു കുട്ടിയെ ദത്തെടുത്ത് കല്യാണം കഴിക്കുക, അങ്ങനെയൊക്കെ എത്രയോ ഉണ്ട്. പക്ഷേ ഞാനത് ഇതുവരെ പറഞ്ഞിട്ടില്ല. കാരണം പറഞ്ഞാൽ നിനക്കത് വിഷമാവും, നിങ്ങളുടെ ജീവിതത്തിൽ അത് വല്ലാത്തൊരു വേദനയാകും എന്നെനിക്കറിയുന്നത് കൊണ്ട് തന്നെ ഞാനത് മിണ്ടാതെ നിൽക്കുകയാണ്. മോളെ, ഉമ്മ നിങ്ങളുടെ മനസ്സിൽ അങ്ങനെയുണ്ടോ? എൻ്റെ മനസ്സിൽ ഒരു കുട്ടിയെ കണ്ടപ്പോഴാണ് എനിക്കങ്ങനെ തോന്നിയത്. അങ്ങനെ ഞാനവളെ കൂട്ടിക്കൊണ്ടുവന്നു. മോളെ, നീ ആരെയാണ് പറയുന്നത്? അതേ ഉമ്മ, നമ്മുടെ വീട്ടിലുള്ള ഫർസാന എന്ന പെൺകുട്ടിയെ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. അന്ന് മസറയിൽ ജീവികൾക്ക് ഭക്ഷണം കൊടുക്കുന്ന, അവർക്ക് വെള്ളം കൊടുക്കുന്ന ജോലിയായിരുന്നു ആ കുട്ടിക്ക്. അവിടെ നിന്ന് അവളെ കണ്ടപ്പോൾ എനിക്ക് യാ ഉമ്മയെ വല്ലാത്ത ഇഷ്ടം തോന്നി മനസ്സിക്ക്. എനിക്കൊരു ജീവിത പങ്കാളി, അത് അവൾ വേണം എന്നെനിക്ക് തോന്നി. എൻ്റെ ഭർത്താവിൻ്റെ പ്രിയപ്പെട്ട ഭാര്യയായി അവൾ വേണം എന്നെനിക്ക് തോന്നുകയാണുണ്ടായത്. സത്യമായിട്ടും അതുകൊണ്ടാണ് ഞാൻ അവളെ കൂട്ടിക്കൊണ്ടുവന്നതും. പക്ഷേ കുറച്ച് ശീലമായിട്ട് നിങ്ങളുടെ കാര്യങ്ങൾ പറയാമെന്ന് വിചാരിച്ചു. ഞാൻ സൈഫിന് അവളുടെ കയ്യിൽ കോഫി കൊടുത്തത്, ഷാമ്പു കൊടുത്തത് ജസ്റ്റ് അവർ തമ്മിലൊരു റിലേഷൻ വന്നോട്ടെ, ഒന്ന് കണ്ട് ഇഷ്ടപ്പെട്ടോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അല്ലാതെ വേറൊരു തെറ്റിന് വേണ്ടിയിട്ടും ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല. ഒരിക്കലും ഒരു തെറ്റ് ചെയ്യണമെന്ന് ആഗ്രഹിച്ചിട്ടില്ല. എന്തൊക്കെ തന്നെയാലും അത് കൊടുക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് കാണുമല്ലോ. സൗന്ദര്യമുള്ള കുട്ടിയാണ് ഫർസാന, അതുകൊണ്ട് തന്നെ അവളെ ഇഷ്ടപ്പെടും എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പുണ്ട്. പക്ഷേ എൻ്റെ ഭർത്താവായ സൈഫ്, അദ്ദേഹം അന്യ സ്ത്രീകളെ നോക്കാത്ത ആളായതുകൊണ്ട് തന്നെ അവളുടെ മുഖത്തേക്ക് ഇതുവരെ നോക്കിയിട്ടില്ലെന്ന് തോന്നുന്നു. ഞാൻ ഈ ഒരു കാര്യം അദ്ദേഹത്തോട് പറഞ്ഞപ്പോൾ എന്നെ വഴക്ക് പറയുകയാണ് ചെയ്തത്. എൻ്റെ ബാബയോട് ഞാനത് വിളിച്ച് പറഞ്ഞു. ബാബയും പറഞ്ഞു മകളുടെ സന്തോഷം അതാണെങ്കിൽ. പക്ഷേ ഉമ്മ, നിങ്ങളുടെ മകൻ പരിശുദ്ധനാണ്, ഒരു തെറ്റും ചെയ്യാത്തതാണ്. അതുകൊണ്ട് ഉമ്മ, നിങ്ങൾ വിചാരിച്ചാൽ സൈഫുദ്ദീൻ എന്ന നിങ്ങളുടെ മകൻ്റെ ആ ഒരു മനസ്സിലെ ചിന്തകളൊന്ന് മാറ്റി അവളോട് ചെറുതായൊരു ഇഷ്ടം, അല്ലെങ്കിൽ വിവാഹം എന്നുള്ള മറ്റൊരു വിവാഹം എന്നുള്ള ആ ഒരു സ്വപ്നത്തിലേക്ക് കടക്കാൻ ഒരു പക്ഷേ കഴിഞ്ഞേക്കും. ഉമ്മ പറയുന്നത് മാത്രം അനുസരിച്ച് ജീവിക്കുന്നതല്ലേ
ഉമ്മയുടെ മകൻ സെയ്ഫ്. അതുകൊണ്ട് തന്നെ എല്ലാ കാര്യത്തിനും ഉമ്മയോടുള്ള കടപ്പാട് കൂടുതലാണ് അവർക്ക്. അതുകൊണ്ട് യാ സെയ്ഫ് എന്ന് പറഞ്ഞ് ഉമ്മ ഈ ഒരു കാര്യം പറയണം. എല്ലാം കേട്ടുകഴിഞ്ഞ് ആ അറബിച്ചി ഞെട്ടിപ്പോവുകയാണ്. മോളെ, നീ പറയുന്നത് സത്യത്തിൽ സമ്മതമാണോ? പക്ഷേ പിന്നീടൊരിക്കൽ ഒരു പ്രശ്നവും ഈ വീട്ടിലുണ്ടാവാൻ പാടില്ല. ഈ വീടെന്ന് വെച്ചാൽ വളരെയധികം സമാധാനത്തോടെ പോകുന്ന വീടാണ്. ഈ വീട്ടിൽ മറ്റൊരു പ്രശ്നം ഉണ്ടാകാൻ പാടില്ല എന്ന് നീ എനിക്ക് ഉറപ്പ് തരികയാണെങ്കിൽ ഈ കാര്യം ഞാൻ എൻ്റെ മകനോട് പറയും, സേഫിനോട്. ഞാൻ പറഞ്ഞാൽ എൻ്റെ മകൻ അനുസരിക്കാതിരിക്കില്ല എന്നെനിക്കറിയാം. അത് കേട്ട് ജെയ്ത്തൂൻ ബീവി വളരെയധികം സന്തോഷിച്ച് ആ ഉമ്മയെ കെട്ടിപ്പിടിച്ച് അവരുടെ നെറ്റിത്തടത്തിൽ ചുംബിച്ചുകൊണ്ട് പറഞ്ഞു, യാ ഉമ്മി, എനിക്ക് വളരെയധികം സന്തോഷമായി. ഉമ്മി, നിങ്ങൾ വിചാരിച്ചാൽ എന്തൊക്കെ തന്നെയായാലും എല്ലാം ക്ലിയറാകും എന്നെനിക്കറിയാം ഉമ്മി. ആ ആഗ്രഹമെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ജെയ്ത്തൂൻ ബീവിക്ക് സമാധാനമായത്. ഉമ്മ അതാ വിളിക്കുന്നു, യാ ഫർസാൻ, യാ ഫർസാൻ. ഫർസാന. അവളുടെ പേര് വിളി കേട്ട് അവളതാ ഓടിയെത്തുന്നു. ആ യാ മാമി. യാ ഫർസാൻ, നിന്നോട് ഒരു കാര്യം എനിക്ക് പറയുവാനുണ്ട്. യാ ഫർസാൻ. ആ, മോൾക്ക് സമ്മതമാണെങ്കിൽ ഒരു കാര്യം ഞാൻ നിന്നെ ഇവിടെ ഏൽപ്പിക്കുകയാണ്. എന്ത് കാര്യം? എന്ത് പറഞ്ഞാലും നീ അത് ചെയ്യുവാൻ വേണ്ടി തയ്യാറാണോ? ഇൻഷാ അല്ലാ ഞാൻ ചെയ്യാം, എനിക്കിഷ്ടമാണ്. എന്ത് പറഞ്ഞാലും ഞാൻ എന്ത് പറഞ്ഞാലും നീ അത് കേൾക്കും? കേൾക്കും. എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ ഞാൻ ചെയ്യും. ആ, എന്നാൽ ഇവർ രണ്ടുപേരും ഉംറക്ക് പോകുമ്പോൾ നീയും പോയിക്കോളൂ കേട്ടോ ആദ്യം. എന്നിട്ട് നിന്നോട് അത് കഴിഞ്ഞിട്ടൊരു കാര്യം പറയാനുണ്ട് ഇൻഷാ അല്ലാ. അപ്പോഴൊന്നും ആ ഉമ്മ അതിനെക്കുറിച്ച് അവളോട് പറഞ്ഞില്ല. ജെയ്ത്തൂൻ ബീവി ശരിക്കും വിചാരിച്ചു, എന്താ ഉമ്മി പറയാതിരുന്നത്? ഉമ്മയുടെ അടുക്കലെത്തി ചോദിച്ചു, ഉമ്മി എന്താ നിങ്ങൾ പറയാതിരുന്നത്? മോളെ ജെയ്ത്തൂൻ, അങ്ങനെ പറയാൻ പറ്റുന്ന കാര്യമല്ല ഇത് വിവാഹത്തിൻ്റെ കാര്യമാണ്. അവളുടെ സിറ്റുവേഷന് കാര്യങ്ങൾ എല്ലാം ചോദിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ നമ്മളിതിലേക്ക് ഇടപെടാനാവൂ. അവളുടെ വീട്ടിലെ സ്ഥിതി എന്താണ്, ആരൊക്കെയുണ്ട്, എന്തൊക്കെയാണ്, അവൾ വിവാഹിതയാണോ, നിക്കാഹ് കഴിച്ചതാണോ, അങ്ങനെയൊക്കെ ചോദിക്കണ്ടേ. അല്ലാതെ പെട്ടെന്നിപ്പോൾ. അത് കേട്ടപ്പോൾ ശരിക്കും ജെയ്ത്തൂൻ ബീവിക്ക് വിഷമാകാണ്. അല്ലാ, എൻ്റെ സ്വപ്നങ്ങളൊക്കെ തകരുമോ? എനിക്കറിയില്ല. അവളെ എൻ്റെ കൂടപ്പിറപ്പിനെ പോലെ കൊണ്ടു നടക്കണം, എൻ്റെ ഭർത്താവിൻ്റെ ഭാര്യയായിട്ട്. അങ്ങനെ ആകുമ്പോൾ ഞങ്ങൾക്കെല്ലാം ഷെയർ ചെയ്യാമല്ലോ. ഒരു കുഴപ്പമില്ലാതെ സന്തോഷത്തോടു കൂടിയുള്ള ജീവിതമായിരിക്കുമല്ലോ. എനിക്കും തന്നെ ഒരാളായി, ഭർത്താവിനും ഒരാളായി. അങ്ങനെയാണെങ്കിൽ അവളിലുണ്ടാകുന്ന കുഞ്ഞുങ്ങളെ എനിക്ക് താലോലിക്കുകയും ചെയ്യാം. അതൊക്കെയായിരുന്നു അവർ വിചാരിച്ചിരുന്നത്. അന്ന് അല്പം വൈകിയായിരുന്നു ജെയ്ത്തൂൻ ബീവിയുടെ ഭർത്താവ് സെയ്ഫ് വീട്ടിലേക്ക് എത്തിയത്. നേരെ ഉമ്മയുടെ റൂമിലേക്കാണ് ആദ്യം പോകാറുള്ളത്. ഉമ്മയോട് സലാം പറഞ്ഞുകൊണ്ട് യാത്രാവിശേഷങ്ങളൊക്കെ പങ്കുവെക്കും. ഉമ്മയുടെ കൂടെ ഭക്ഷണമെല്ലാം കഴിക്കും. അങ്ങനെ അത് കഴിഞ്ഞിട്ടാണ് ബീവിയുടെ അടുക്കലേക്ക് പോവുക. അന്ന് ഉമ്മയുടെ കൂടെ ഒരുപാട് സമയം സംസാരിച്ചിരുന്ന അറബി ഉമ്മ ഓരോ കാര്യങ്ങളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. മോനെ, ഈ കണ്ട സ്വത്തും എല്ലാം ഇനി അനാഥമാകും എന്നെനിക്ക് ഭയപ്പെടുന്നു. അതിനു മുമ്പായിട്ട് ദാനം ചെയ്യേണ്ടതൊക്കെ ചെയ്യേണ്ടി വരും. ഞാൻ ഒരു പക്ഷേ ഇന്നല്ലെങ്കിൽ നാളെ പോകും. ഉമ്മ, നിങ്ങൾ എന്തേ പറയുന്നത്? അതിനു മുമ്പായിട്ട് ഞാൻ പോയാലോ? മോനെ, ഞാൻ പോയാൽ സ്വത്തെല്ലാം നിനക്കാണ്. പക്ഷെ നീ പോയി കഴിഞ്ഞാൽ നിനക്ക് ആർക്ക് അവകാശി ആര്? ഇത് കൊണ്ട് നടക്കണ്ടേ? എത്രയുണ്ട്? ബാപ്പ എല്ലാം ഏൽപ്പിച്ചു പോയതല്ലേ നിന്നെ. ഉമ്മയുടെ ആ ചോദ്യത്തിന് മുമ്പിൽ മകനെ എന്ത് പറയണം എന്നായിപ്പോയി. പരിഹാരമുണ്ട് സെയ്ഫ്. ഒരു നിമിഷം അത് കേട്ടപ്പോൾ അദ്ദേഹം ഞെട്ടി. യാ ഉമ്മി, എന്താ നിങ്ങൾ പറയുന്നത്? അതെ, എല്ലാത്തിനും പരിഹാരമുണ്ട്. പരിഹാരം? അല്ലാ. സെയ്ഫിന് ഒന്നും മിണ്ടാൻ കഴിഞ്ഞില്ല. പഠിച്ചോനെ, ജെയ്ത്തൂൻ പറഞ്ഞ ആ കാര്യങ്ങൾ ഒരു പക്ഷേ അതാണെങ്കിലോ ഉമ്മയും പറയുന്നത്? യാ സെയ്ഫ്. അവൻ്റെ കൈ പിടിച്ചുകൊണ്ട് ഉമ്മ പറഞ്ഞു, ഉമ്മാൻ്റെ കുട്ടി, ഞാൻ പറയുന്നതുകൊണ്ടൊന്നും വിചാരിക്കരുത്. നിങ്ങളുടെ ദാമ്പത്യ ജീവിതം വളരെയധികം സന്തോഷകരമാണ്, അതെനിക്കറിയാം. പക്ഷേ എല്ലാം ഉണ്ടായിട്ടും ഒരു കുഞ്ഞിക്കാലം നിനക്കുണ്ടായില്ല. അതുകൊണ്ട് തന്നെ നിനക്ക് പിൻഗാമിയായിട്ട് ഒരാളുമില്ലാഞ്ഞാൽ നമ്മുടെ ഈ തറവാട് മൊത്തത്തിൽ നശിച്ചു പോകും, ഇല്ലാതെയായി പോകും. അതുകൊണ്ട് നമ്മുടെ ഈ തറവാടിൻ്റെ പേരും മഹിമയും കാത്തു സൂക്ഷിക്കാൻ ഒരു പിൻഗാമി നിനക്ക് അത്യാവശ്യമാണ്. യാ ഉമ്മി, എന്താ പറയുന്നത്?
അതൊക്കെ ജെയ്ത്തൂൻ ബി എങ്ങനെടാ? അവളൊരു പെണ്ണല്ലേ, അവൾക്കൊരു മകനുണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ പ്രശ്നമില്ലായിരുന്നു, മകളായാലും കുഴപ്പമില്ല. അത് മോനെ, ഉമ്മ പറയുന്ന ഒരു വാക്ക് കേട്ടാൽ എൻ്റെ കുട്ടിക്കൊരു പക്ഷേ ഗുണമായിരിക്കും. എന്താ ഉമ്മ? മോനെ മറ്റൊരു വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കണം. ഇതെൻ്റെ ഒരു ആഗ്രഹമാണ്, എൻ്റേത് മാത്രമല്ല ജെയ്ത്തൂൻ ബീവിയുടെയും. അത് കേട്ട് അറബി ശരിക്കും ഞെട്ടി. യാ അല്ലാ, ഉമ്മ നിങ്ങൾ എന്തായി പറയുന്നത്? ജെയ്ത്തൂൻ ബീവിയെ അല്ലാതെ എനിക്കൊരു മറ്റൊരു ഭാര്യ? ഹേയ്, ആലോചിക്കാൻ കൂടി കഴിയുന്നില്ല മോനെ. അത് ആലോചിച്ചേ മതിയാവൂ. അല്പ ദിവസങ്ങളിൽ അല്പം ടെൻഷനുണ്ടാവും, വിഷമമുണ്ടാവും, പ്രയാസം ഉണ്ടാവും. പക്ഷേ പിന്നീടതങ്ങോട്ട് മാറും. നീയും അവളും ഒന്നായി തീരുമ്പോൾ അതെല്ലാം മാറിക്കിട്ടും. യാ ഉമ്മേ, എനിക്കതിന് കഴിയില്ല. ജെയ്ത്തൂനെ വിട്ട് മറ്റൊരു പെണ്ണ്, ജെയ്ത്തൂൻ അവിടെ ഉണ്ടല്ലോ നിൻ്റെ ഭാര്യയായിട്ട്. പക്ഷേ മക്കളുണ്ടാണെങ്കിൽ നീ മറ്റൊരു പെണ്ണിനെ വിവാഹം കഴിക്കണം. അതിന് പറ്റിയൊരു പെണ്ണുണ്ട് മോനെ. യാ ഉമ്മേ, എന്താ പറയുന്നത്? അതെ, ഫർസാന. മസറയിൽ നിന്ന് രക്ഷപ്പെടുത്തി കൊണ്ടുവന്ന ഫർസാന, ജെയ്ത്തൂൻ ബീവി കൈ പിടിച്ച് കയറ്റിയ ഫർസാന, അവളാണ് നിനക്ക് നിൻ്റെ ഭാര്യ കണ്ടുവച്ച പെണ്ണ്. എന്താ, കാണാൻ കുഴപ്പമില്ലല്ലോ, സുന്ദരിയാണല്ലോ, പിന്നെന്താ, അറബികളെ പോലെയുണ്ട്. ശരിക്കും അറബിക്ക് എന്തുത്തരം പറയണമെന്നായിപ്പോയി. അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ നിറഞ്ഞു. യാ ജെയ്ത്തൂൻ, നീ അല്ലാതൊരു പെണ്ണിനെ എനിക്ക് എൻ്റെ ജീവിതത്തിൽ ആലോചിക്കാൻ കൂടി കഴിയുന്നില്ല. എന്തിന്? നിനക്കെന്താ, എന്നെ ഇങ്ങനെ വിൽക്കാൻ ആഗ്രഹമുണ്ടോ? അങ്ങനെ പല രീതിയിലും അറബി ചിന്തിക്കുന്നു. യാ സെയ്ഫ്, എന്താ ആലോചിക്കുന്നത് എന്നുള്ള രീതിയിൽ അറബിയുമ്മ ചോദിക്കുന്നു. ഹേ നോ ഉമ്മ, എനിക്കതിന് കഴിയില്ല. നിൻ്റെ ഭാര്യ തന്നെയാണ് ഈ ഒരു വിവരം എന്നോട് പറഞ്ഞത്. അവൾക്ക് എന്നോട് ഇത്രമാത്രം സ്നേഹം ഉണ്ടായിരുന്നുള്ളൂ. അവൾക്ക് എങ്ങനെ തോന്നുന്നു? എല്ലാം ഇപ്പോഴും പറയാറുണ്ടായിരുന്നല്ലോ, അവൾ എൻ്റേത് മാത്രമാണല്ലേ. ഇപ്പോഴെന്താ, അവൾ ഷെയർ ചെയ്യാണോ എന്നെ? ശരിക്കും അറബിക്ക് നല്ല നിരാശയുണ്ടായിരുന്നു അതിൽ. അദ്ദേഹം തല താഴ്ത്തിക്കൊണ്ട് നേരെ അതാ പോകുന്നു ജെയ്ത്തൂൻ ബീവിയുടെ അടുക്കലേക്ക്. നിറഞ്ഞു തുളുമ്പിയ കണ്ണുമായി തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവ് വന്നത് കണ്ട ജെയ്ത്തൂൻ ബീവിക്ക് ഏറെക്കുറെ കാര്യം മനസ്സിലായി. യാ സെയ്ഫ്, എന്തു പറ്റി? ജെയ്ത്തൂൻ, എന്നാലും നീ എന്താ, പ്ലീസ് പറ, എന്തു പറ്റി? വിഷമിക്കണം എന്തെങ്കിലും ഉണ്ടായോ? ജെയ്ത്തൂൻ, എൻ്റെ ജീവിതത്തിലൊരു പെണ്ണുണ്ടെങ്കിൽ അത് നീ മാത്രമാണെന്നാണ് ഞാൻ വിശ്വസിച്ചിരുന്നത്. നീ പറഞ്ഞിരുന്നല്ലോ നീ എൻ്റേത് മാത്രമാണെന്ന്. പക്ഷേ ഇപ്പോൾ നീ മറ്റൊരു പെണ്ണിനെ എന്നെ വിൽക്കാൻ വേണ്ടി വിൽക്കേ? ഹേയ്, ഒരിക്കലുമില്ല. എൻ്റെ പാതിയെ എനിക്ക് ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ എൻ്റെ സെയ്ഫിന് ഒരു അധികാരം ഉണ്ടാകാൻ വേണ്ടിയിട്ട്, ഒരു പിൻഗാമി ഉണ്ടാകാൻ വേണ്ടിയിട്ട് മാത്രം ഒരു കാര്യം ഞാൻ ഉമ്മയോട് പറഞ്ഞേൽപ്പിച്ചു. സെയ്ഫ് കൈവിടരുത്, ഫർസാനിയെ കല്യാണം കഴിക്കണം, നിക്കാഹ് കഴിച്ചേ മതിയാവൂ. ഇതാണ് എൻ്റെ ആഗ്രഹം. ഇത് സാധിപ്പിച്ചു തന്നിട്ടില്ലെങ്കിൽ ഒരിക്കലും സെയ്ഫ് ഞാൻ നിന്നോട് മിണ്ടില്ല. ജെയ്ത്തൂൻ, നിനക്ക് എങ്ങനെ പറയാൻ കഴിഞ്ഞടി? എനിക്കതിന് കഴിയില്ല, നിനക്കറിയില്ലേ? നീ മാത്രമാണ് എൻ്റെ മനസ്സിൽ. മറ്റൊരു പെണ്ണിൻ്റെ മുഖം പോലും ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് നോക്കാറില്ല. ഒരു പെണ്ണിൻ്റെ ഹൃദയം എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നിട്ടില്ല ഒരിക്കലും. അത് എൻ്റെ ബീവിയുടെ മാത്രം, ജെയ്ത്തൂൻ ബീവിയുടെ മാത്രം, അല്ലാതെ വേണ്ട, എനിക്കതിന് താല്പര്യമില്ല. പ്ലീസ് സെയ്ഫ്, എന്താ കൊച്ചുകുട്ടിയെപ്പോലെ? അവൾക്ക് എന്ത് കുഴപ്പം? എന്നോട് സ്നേഹമുണ്ടെങ്കിൽ അവളെ കല്യാണം കഴിക്കണം, അല്ലെങ്കിൽ ഞാൻ മനസ്സിലാക്കും സെയ്ഫിന് എന്നോട് സ്നേഹമില്ല എന്ന്. അവരുടെ ആ ഒരു വാക്കുകൾ കേട്ട് ശരിക്കും അറബി ഞെട്ടിപ്പോവുകയാണ്. യാ അല്ലാ, എന്തൊരു വിധിയാണിത്! ഒരു ഭാര്യ എത്രമാത്രം നിർബന്ധിക്കോ മറ്റൊരു വിവാഹത്തിന് വേണ്ടിയിട്ട്? ഹോ, എൻ്റെ കൂട്ടത്തിൽപ്പെട്ട പല ആളുകൾക്കും എത്രയോ ഭാര്യമാരുണ്ട്. പക്ഷേ അതിലെല്ലാം ഞാൻ സന്തുഷ്ടനായിരുന്നു. കാരണം ഞാൻ എൻ്റെ കൂട്ടുകാരോടൊക്കെ പറയും, എൻ്റെ പാർട്ട്ണർമാരോട് പറയും, എനിക്ക് ആ സ്വഭാവമില്ല. എനിക്ക് ജീവിതത്തിൽ ഒരേ ഒരു ഭാര്യ മാത്രം, അല്ലാതെ 2 ഭാര്യമാർ. ഹേ, അതൊന്നും ശരിയല്ല. അവരെത്ര വേദനിക്കും. പലരോടും ഞാനത് പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ ലംഘിക്കാനോ? നീ എന്തീ പറയുന്നത്? സെയ്ഫ്, അതൊന്നും സാരമില്ല, ആരും അറിയില്ലല്ലോ. ഫർസാന ഇവിടെ ജീവിക്കുന്നു. ഫർസാനയ്ക്ക് വേണ്ടി കുറച്ച് ദിവസം ഞാൻ മാറ്റിവെക്കും. ആ ദിവസം നിങ്ങൾ ഫർസാനയുടെ അരികിലെത്തണം. അല്ലാത്തപ്പോൾ എൻ്റെ അടുക്കലും എങ്കിലും യുവതിയും സുന്ദരിയുമായ മക്കളുണ്ടാകുന്ന ആ ഒരു പെണ്ണിനെ
ഏറ്റവും കൂടുതൽ ദിവസങ്ങൾ ഞാൻ നൽകും. നിങ്ങൾ സന്തോഷിക്കണം, ജീവിക്കണം, മക്കളുണ്ടാകണം. അത് കണ്ണിറിയെ കണ്ട് എനിക്ക് മരിക്കണം. അതാണ് ആഗ്രഹം. യാ സൈത്തൂൻ എന്ന് പറഞ്ഞുകൊണ്ട് അതാ അറബി ബീവിയെ കെട്ടിപ്പിടിക്കുന്നു. കെട്ടിപ്പിടിച്ച് കരയുന്നു. എന്നാലോ എന്നെ നിനക്ക് അങ്ങനെ യാ സെയ്ഫ്, എല്ലാവർക്കും ഇഷ്ടപ്പെട്ട കാര്യമാണത്. സെയ്ഫിനെന്ത് ഇത്ര വിഷമത്? എനിക്ക് കഴിയില്ലടി നീ ഇല്ലാതെ. നീ മതിയല്ലേ എനിക്ക്, മക്കളൊന്നും വേണ്ട. സൈത്തൂൻ ബീവിയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് അറബി കരയുന്നു. സെയ്ഫ്, നമുക്ക് ഉംറക്ക് പോകണ്ടേ? നാളെ പോകാം, മറ്റന്നാളെ പോകാം എന്ന് പറഞ്ഞിട്ട് 2-3 ദിവസമായല്ലോ. ഇൻഷാ അല്ലാ പോകാം. പക്ഷേ നീ എന്നെ നിർബന്ധിപ്പിക്കരുത് ദയവായി. അദ്ദേഹം കരയുകയായിരുന്നു. ഇൻഷാ അല്ലാ നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.